സാറേ, വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല പ്രക്ഷോഭ കാലത്ത് ശ്രീധരൻപിള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതൊരു സുവർണ അവസരമാണ്. പക്ഷെ ആ സുവർണ അവസരം മുതലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കാരണം പ്രതിപക്ഷമില്ല കേരളത്തിൽ. അറിയാമല്ലോ, UDF-ലാണ് തമ്മിൽ തല്ല്. അവിടെ ശശി തരൂരിൻ്റെ വലിയ അടി നടക്കുന്നു. എന്നിട്ടും ഈ സുവർണ അവസരം മുതലാക്കാൻ BJPക്ക് കഴിയുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഈ പാദസാം വിജയം വാർന്നൊഴിഞ്ഞ അളവ് സേതുബന്ധനോദ്യോഗം എന്തൊടോ എന്ന് കവി പറയുന്ന ഒരു വാക്യമുണ്ട്. വെള്ളമെല്ലാം ഒലിച്ചു പോയതിന് ശേഷം ചിറ കെട്ടിയിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ BJPയുടെ കാര്യം. എത്രയോ അവസരങ്ങൾ വന്നു ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2021 ശേഷം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കടത്ത്, മുഖ്യമന്ത്രിയുടെ കുടുംബം, അപ്പോൾ ഇതിനൊക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാവുന്ന നിരവധി അവസരങ്ങൾ കൈ വന്നിട്ടും അത് വേണ്ട തരത്തിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പലരും കാണുന്നത്? CPM-ഉം BJP-യുമായിട്ടുള്ള ഒരു ഒത്തുകളിയാണെന്ന് കോൺഗ്രസും UDF-ഉം ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അത് BJP കേന്ദ്രങ്ങളിൽ BJPയുടെ അണികളും അത് വിശ്വസിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ പൊതുജനങ്ങളും അത് വിശ്വസിച്ചു എന്നുള്ളതാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ബന്ധം നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ ശബരിമല വിഷയത്തിൽ മാത്രം, ഇപ്പോൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതും അവസരം കൈവന്നു. ആ വിഷയത്തിൽ മാത്രമാണ് BJP ഒരു ശരിയായ ഒരു സമരം നടത്തിയത്. പക്ഷേ അതിൻ്റെ ഗുണമൊന്നും അവർക്ക് കിട്ടിയില്ല. മണ്ണും ചാരി നിന്നും പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് ഗാലറിയിലിരുന്ന് കളി കണ്ടുകൊണ്ടിരുന്നവരാണ്. അല്ലാതെ അവരൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അവർക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ ചോദിക്കും, സുരേഷ് ഗോപി ഇത്തവണ വിജയിച്ചത് അത് BJPയുടെ നേട്ടമല്ലേ? അല്ല, അതിന് പല കാരണങ്ങളുണ്ട്. അത് സുരേഷ് ഗോപിയുടെ മാത്രം വിജയമാണ്. ഒന്ന്, സുരേഷ് ഗോപിയുടെ വിജയം കാര്യം സൂപ്പർ താരം എന്നുള്ളത്. രണ്ട്, രാജ്യസഭാ MP ആയിരുന്ന സമയത്ത് സുരേഷ് ഗോപി നടത്തിയ സേവനങ്ങൾ, അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടു. മൂന്ന്, കരുവന്നൂർ ബാങ്ക് ഇടപാടിൻ്റെ ആ കാര്യത്തിനകത്ത് സജീവമായിട്ട് നിൽക്കുകയുണ്ടായി. കൂടാതെ തൃശ്ശൂരിൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 67% ഹിന്ദു സമൂഹത്തിൻ്റെ മനസ്സ് തനിക്കൊപ്പം കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിച്ചു. 4, BJPയുടെ കേഡർ വോട്ടുകൾ ചോരാതെ നിർത്താൻ കഴിഞ്ഞു. ഇത് ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വിജയം അവിടെ ഉണ്ടായത്. അത് സുരേഷ് ഗോപിക്ക് തന്നെ ആ വിജയം അവകാശപ്പെടാവുന്നതാണ്. ഇവിടെ സംസ്ഥാന ഘടകത്തിനകത്ത് തന്നെ പലതരത്തിലുള്ള വിഭാഗീയതയും കാര്യങ്ങളും ഒക്കെയാണല്ലോ. സുരേഷ് ഗോപി ഇവരെ ആരെങ്കിലും അടുപ്പിക്കാറുണ്ടോ? സുരേഷ് ഗോപി തന്നെ നേരിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്ന് പറഞ്ഞതാണ്, ഞാനാണ് ഇവിടുത്തെ. അദ്ദേഹം സിനിമാ നടനായിട്ട് പോലും 5 വർഷം പരാജയത്തിന് ശേഷം ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ചു. അവിടെ എല്ലാ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾ കേട്ട് അവരോടൊപ്പം നിന്ന് 5 വർഷം. അങ്ങനെയാണ് ഒരു വിജയം ഉണ്ടാകുന്നത്. ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ മാതൃകയാക്കൂ സുരേഷ് ഗോപിയെ. ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്നു. അതാണ് സിനിമാ നടനായിട്ട് പോലും ആ തിരക്കുകളിൽ നിന്നൊക്കെ വന്ന് മണ്ഡലത്തെ കൂടെ നിർത്തി എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ടാണ് കിട്ടിയത്. പിന്നെ 2024, അതായത് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 20% വോട്ടുകൾ മാത്രമാണ്. അപ്പോൾ ചോദിക്കും, അതൊരു വൻ വർധനവല്ലേ? അത് ദേശീയ സാഹചര്യത്തിൻ്റെ കൂടെ ഉണ്ടായത് മാത്രമാണ്. ഒരു മോദി തരംഗമുണ്ടല്ലോ. ഇത്തവണത്തെ ആ മോദി തരംഗത്തിന് ചില സംസ്ഥാനങ്ങളിൽ UP-യിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഒരു ചെറിയ തിരിച്ചടി ഉണ്ടായി. സീറ്റ് കുറയുകയുണ്ടായി. പിന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എത്ര നേടി? 12% വോട്ടാണ് നേടിയിട്ടുള്ളത്. ഓരോ തവണയും വർധനവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയുമാണ് സംഭവിച്ചിട്ടുള്ളത്. 20% വോട്ട് നേടിയത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇനി ഇപ്പോൾ വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു 15% ആക്കിയാൽ പോലും ഒരു സീറ്റ് കിട്ടുന്ന കാര്യം പരിങ്ങലിലാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. 15% വോട്ട് കിട്ടിയാൽ പോലും ഒരു സീറ്റ് പരിങ്ങലിലാണ്.
ഒരു കാര്യം ഓർക്കണം, 2021 കയ്യിലിരുന്നത് കൊണ്ടുപോയി തൊലച്ചു. പോയില്ലേ, നിയമം പോയി. പിന്നെ വന്ന ഉപതെരഞ്ഞെടുപ്പ്, അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പാളിച്ചയുണ്ടായി, സംസ്ഥാന നേതൃത്വത്തിൻ്റെയും പാളിച്ച അവിടെ ഉണ്ടായി. പാലക്കാട് അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിനകത്ത് പരക്കെ എതിരഭിപ്രായം ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ സംസ്ഥാന ഘടകം പരിഗണിച്ചില്ല, കേന്ദ്ര നേതൃത്വവും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാരിനെതിരെ ഇവരേതെങ്കിലും തരത്തിലൊരു ചലനമുണ്ടാക്കി ഒരു സമര വഴി ഇവർ തുറന്നിട്ടുണ്ടോ? ഇല്ല. എത്രയെത്ര സമരങ്ങൾ, എത്രയെത്ര തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാവുന്ന തരത്തിലുള്ള ഉണ്ട്. ഇവിടെ ഇപ്പം ചോദിക്കും UDF അത് ആ വടിയെടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. UDFനും കഴിയുന്നില്ല, കോൺഗ്രസിനും കഴിയുന്നില്ല. അത് BJP ഏറ്റെടുക്കണമായിരുന്നു. ഇപ്പോൾ തന്നെ ബജറ്റിനകത്ത് ഭൂനികുതി വർധനവ് അതൊന്നും തന്നെ വേണ്ട തരത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിനകത്ത്, പിന്നെ ഇപ്പോൾ തന്നെ നോക്കെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ 10-25,000 പേര് വന്ന് വലിയ സമരം നടത്തുകയാണ്. അവിടെ ഒരു ഇൻവോൾവ്മെൻറ്റും BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇത് കേന്ദ്രം തരാത്തത് കൊണ്ടാണ്, ഇത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് ഇവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇങ്ങനെ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നു. കേന്ദ്രം കൊടുക്കേണ്ട തുക കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അല്ല, ഇത്തരം വീഴ്ചകൾ, സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചകൾ തിരിച്ചറിയാൻ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് കഴിയുന്നില്ലേ? BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് വേണ്ട തരത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ആരായിരുന്നു കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിലൊക്കെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന? പ്രകാശ് ജാവദേക്കർ അല്ലായിരുന്നു? അവിടെയും പാളിച്ച സംഭവിച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഈ ഇത്ര അവസരങ്ങൾ ഉണ്ടായിട്ട്, അതായത് ലോക്സഭയിൽ കിട്ടിയ 20% നിയമസഭയിൽ കിട്ടാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ലോക്സഭ എപ്പോഴും ഒരു സംസ്ഥാനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഫലം തമ്മിൽ ചെറിയ വ്യത്യാസത്തിൽ നിൽക്കും. കേരളത്തിൽ അത് പലപ്പോഴും പ്രകടമാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ കോൺഗ്രസിന് അനുകൂലമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പോകും. ഇത്തവണ അങ്ങനെ തന്നെയായിരുന്നു, അത് വേറെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേന്ദ്രം ആര് ഭരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് ആയിരിക്കും പോവുക. അപ്പോൾ ഈ 20% എന്തായാലും ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരും വെട്ടിലായി BJP. മെഡിക്കൽ കോളേജ് കോഴ ഇടപാട്, പിന്നെ കൊടകര കുഴൽപ്പണ ഇടപാട്, ഇവയിൽ BJPയെ പിടിച്ചു കെട്ടാനായിട്ട് CPMന് സാധിച്ചു. നോക്കണം, അവരുടെ കയ്യിൽ വടി കൊണ്ട് കൊടുത്തു, അതവർ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അവർക്കെതിരെ പല തവണ സാഹചര്യം ഉണ്ടായിട്ട് പോലും BJP അത് വേണ്ട തരത്തിൽ ഉപയോഗിച്ചു. സംഭവം വരുമ്പോൾ സമരത്തിന് ഇറങ്ങാൻ പോലും ഇപ്പോൾ നേതാക്കളില്ല. ഇല്ല, അങ്ങനെയും ഉണ്ട്. BJPയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുൻനിരയിലോട്ട് നേതാക്കന്മാരുടെ ഒരു നിര തന്നെ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് മറ്റു പാർട്ടികളിൽ അങ്ങനെയല്ലല്ലോ. കോൺഗ്രസിലായാലും CPMലായാലും CPIയിലായാലും മുസ്ലിം ലീഗിലായാലും ഒക്കെ തന്നെ അവർക്ക് മുൻനിര നേതാക്കന്മാരൊക്കെയുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ എടുത്തു പറയാവുന്നത് BJPയിലെ പെട്ടെന്ന് നമുക്ക് ഇത്തരത്തിലൊരു ചലനം ഉണ്ടാക്കി പോകാൻ കഴിയുന്നത് ശോഭാ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ വിജയം ഉണ്ടാകുമല്ലോ എന്ന് ചോദിക്കും. പക്ഷെ അതും ഉണ്ടാകണമെന്നില്ല. കാരണം ഇവിടെ വലിയ വിഭാഗീയത നിൽക്കുകയാണ്. പിന്നെ ഈ ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് മുഴുവൻ ഏത് ഭാഗത്തേക്കാണ് നിൽക്കുന്നത്? CPMൻ്റെ ഭാഗത്തേക്കാണ്. അവിടെ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയണം. അവിടെ വിള്ളൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അത് BJPയിലേക്ക് വരികയുള്ളൂ. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി. ഈഴ വോട്ടുകൾ മുഴുവൻ മാറിയില്ലേ? ഈഴ വോട്ടുകൾ മാറി അത് എന്നുള്ളത് CPMും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈഴ വോട്ടുകളാണ് പോയത്. അത് KC വേണുഗോപാലിലേക്കും പോയി, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനിലേക്കും വരികയുണ്ടായി. അപ്പോൾ ഈഴവ വോട്ടുകളും അതുപോലുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ടുകൾ CPMലുള്ളത് ഇവർക്ക് ഒരു വിള്ളൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് എത്രത്തോളം അതിന് കഴിയും എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJP തികച്ചും കേരളത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്.
ഇപ്പം 2024 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ചാണ് ഇവർ പറയുന്നത് ഒരു 11 മുതൽ 15 സീറ്റ് വരെ നേടാമെന്ന്. 2021 തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? 35 സീറ്റ് നേടും, കേരളം ആര് ഭരിക്കുമെന്ന് തീർച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞു. അതോടെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റും പോയി. അതാണ് കയ്യിലിരുന്നത് കളഞ്ഞു കുളിച്ചു. പണ്ടേ ഈ BJP-ക്കാരെ കുറിച്ച് പറയുന്നത് വോട്ട് കച്ചവടം നടത്തി എന്തൊക്കെയുള്ളതാണ്. പിന്നെ കേരളത്തിലെ RSS ഏറ്റവും കൂടുതൽ RSS ശാഖയുള്ളതാണ്. അതിൽ നിന്നൊക്കെ വേണ്ട തരത്തിൽ പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരാനായിട്ടും സാധിച്ചിട്ടില്ല. ഇവർ നിലയ്ക്കൽ സമരം നടത്തി. നിലയ്ക്കൽ സമരം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ വിജയമായിരുന്നു. പിന്നീട് ഉണ്ടായ സമരങ്ങളിൽ ഒന്നും തന്നെ ഇവർക്ക് വേണ്ടത്ര ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അവസരങ്ങൾ ഇവർ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല, ജനകീയ സമരമാക്കി മാറ്റുന്നുമില്ല. അതുകൊണ്ട് ജനകീയ പിന്തുണ കുറഞ്ഞു വരികയും ചെയ്യുന്നു എന്നാണ് നിരീക്ഷകരുടെയൊക്കെ തന്നെ വിലയിരുത്തൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.